ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ ബാലചന്ദ്രൻ ആ വലിയ രഹസ്യം മനസ്സിലാക്കുകയാണ്. അലീന വൈജയന്തിയുടെ സ്വന്തം മകളാണെന്നുള്ള ആ ഒരു രഹസ്യം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ബാലചന്ദ്രൻ ആ രഹസ്യം തിരിച്ചറിയുകയാണ്. അപ്പോൾ ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അലീന വളരെ സീരിയസ് കണ്ടീഷനിൽ ഹോസ്പിറ്റലിലാവുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്ത് ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, ഇനി പേടിക്കാനൊന്നുമില്ല, എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇനി ബോധം തെളിയേണ്ട താമസം കൂടിയേ ഉള്ളൂ, അതും കൂടെ ആയിക്കഴിഞ്ഞാൽ അലീന രക്ഷപ്പെട്ടെന്ന് തന്നെ നമുക്ക് കരുതാം. ആ കുട്ടിക്ക് ബോധം തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യസ്ഥിതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആൾ ഓക്കെ ആണെന്നൊക്കെയുള്ള രീതിയിൽ ഡോക്ടർ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. അതേസമയത്ത് രോഹിത്തും ഹരിശങ്കറും ഒക്കെ ആകെ ടെൻഷനോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. അലീനയുടെ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന രോഹിത്തിനോട് ഹരിശങ്കർ പറയുന്നുണ്ട്, എന്തായാലും അവൾക്ക് ജീവനുള്ളത് നന്നായി, അല്ലെങ്കിൽ കൊലക്കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വന്നേനെ. അവൾക്ക് ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടുപേരുടെയും പേര് പറയും. അവളെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ നമ്മൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടാകാത്ത സ്ഥിതിക്ക് രോഹിത്തിനോട് സമാധാനമായിട്ട് ഇരിക്കാൻ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഹരി. അങ്ങനെ ഏറെ വൈകിട്ടും രോഹിത്തും ഹരിശങ്കറും വീട്ടിലേക്ക് എത്താത്തത് കാരണം അങ്ങനെ വൈജയന്തി ഹരിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഹരി എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട്, ആൻറ്റി അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടന്നെന്ന് അറിഞ്ഞല്ലോ, ആ അലീനയ്ക്ക് ബോധം തെളിഞ്ഞോ? ആൻറ്റി ഇപ്പോൾ ഹോസ്പിറ്റലിലാണോ ഉള്ളത്? അതേസമയത്ത് തന്നെ വൈജ മറുപടി കൊടുക്കുന്നുണ്ട്, അലീനയ്ക്ക് ബോധം തെളിഞ്ഞു എന്നും, പക്ഷേ അവളുടെ കയ്യിൽ നിന്ന് സ്വയം പറ്റിയതാണെന്നാണ് അവൾ പോലീസിന് പറഞ്ഞേക്കുന്ന മൊഴി. ഇതറിയുമ്പോഴേക്കും ഹരിത്തിനും രോഗത്തിനൊക്കെ ആശ്വാസമാവുന്നുണ്ട്. അലീന ആണെങ്കിലോ പോലീസുകാർ ചോദ്യം ചെയ്യാനായിട്ട് എത്തിയപ്പോഴേക്കും പോലീസുകാരോടും അതുപോലെ തന്നെ ഡോക്ടറോടൊക്കെ പറഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സ്റ്റെപ്പുകൾ ഇറങ്ങുന്ന സമയത്ത് കത്രിക അറിയാതെ കൊത്തി കയറിയതാണ്, മാത്രമല്ല അതിനുശേഷം വേറൊന്നും എനിക്ക് ഓർമ്മയുണ്ടായില്ല, രക്തം കണ്ടപ്പോഴേക്കും എനിക്ക് തലചുറ്റലുണ്ടായതാണ്, പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അലീന പോലീസിനോട് പറഞ്ഞേക്കുന്നത്. എന്തായാലും പോലീസുകാർ അലീനയുടെ ഈ മൊഴി വിശ്വാസയോഗ്യമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. എന്നാലും ഡോക്ടറിന് അതൊട്ടും വിശ്വാസമാകുന്നില്ല കേട്ടോ. ഡോക്ടർ എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും എന്താ സംഭവിച്ചതെന്നുള്ളത്. അലീന കള്ള ഒന്നും പറയരുത്, ഇക്കാര്യത്തിൽ അലീന സത്യം പറയണമെന്നൊക്കെ പറയുമ്പോഴേക്കും അലീന ഡോക്ടറോട് ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. ഇതേ സമയത്ത് തന്നെ രേവതിക്കുട്ടിയും അലീനയ്ക്ക് സംഭവിച്ചത് അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടി എത്തുന്നുണ്ട്. രേവതിക്കുട്ടിയുടെ ഈ വിഷമാവസ്ഥ കണ്ടിട്ട് ഗ്രേസിയമ്മയ്ക്കും അതുപോലെ തന്നെ മാമച്ചനും ഒക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. അങ്ങനെ മനുവിനോട് എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് അലീനയുടെ അടുത്തേക്ക് കയറി ചെല്ലാൻ പോവുകയാണ് കേട്ടോ രേവതിക്കുട്ടി. അലീനയ്ക്ക് ബോധം തിരികെ കിട്ടിയെന്നറിയുമ്പോഴേക്കും ബാലചന്ദ്രനാണേലും ആശ്വാസമാവുന്നുണ്ട്. അലീനയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഓക്കെ ആണെന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നൊക്കെ അറിയുമ്പോഴേക്കും ബാലചന്ദ്രൻ അത് വലിയൊരു ആശ്വാസം തന്നെ ആവുന്നുണ്ട്. അങ്ങനെ ആ രീതിയിലൊക്കെ ബാലചന്ദ്രൻ ആശ്വസിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അലീനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പോലീസുകാർക്ക് അലീന കൊടുത്ത മൊഴി സത്യം തന്നെ അല്ലേ എന്നുള്ള കാര്യം. അലീന ഈ സത്യങ്ങളൊന്നും ആരും അറിയരുതെന്ന് ഓർത്തിട്ട് തന്നെ വളരെ കൂളായിക്കൊണ്ട് തന്നെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അതെ സാർ, ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് അവിടെ സംഭവിച്ചെന്നൊക്കെയുള്ള രീതിയിൽ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതിക്കുട്ടി അകത്തോട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ചേച്ചിക്ക് എന്നതാ പറ്റിയെന്ന്. അപ്പം മനു പറയുന്നുണ്ട്, അത് പിന്നെ മോളെ, അവൾ ചെറുതായിട്ടൊന്ന് വീണതാണ്, പക്ഷേ ആ വീഴുന്നതിനിടയിൽ കത്രിക വയറ്റിലേക്ക് കൊത്തി കയറിയതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നാൽ ഇതറിയുന്ന രേവതിക്ക് അതൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. രേവതി പിന്നെ ഒന്നും നോക്കിയില്ല, കരഞ്ഞോണ്ട് തന്നെ അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. രേവതി കുട്ടിയെ കാണുമ്പോഴേക്കും അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കരഞ്ഞോണ്ട് രേവതിക്കുട്ടീനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അലീന. എന്നിട്ട് രേവതിക്കുട്ടി ഒട്ടും സമയം കളയാതെ തന്നെ അലീനയോട് ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി, എന്താ ശരിക്കും സംഭവിച്ചത്? കത്രിക അറിയാതെ ചേച്ചിയുടെ വയറ്റിലേക്ക് കുത്തി കയറിയെന്നോ? എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് ചേച്ചി എന്നോട് സത്യം പറയണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അലീന സത്യങ്ങളൊന്നും രേവതിക്കുട്ടിയോട് പറയുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച മിസ്റ്റേക്ക് തന്നെയാണ് മോളെ ഇത്. ഞാൻ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും കാലുവഴുത്തി വീണതാണെന്നും ആ സമയത്ത് ആ കത്രിക എൻ്റെ വയറ്റിലേക്ക് കുത്തി കയറിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രേവതിക്കുട്ടി ഇതൊട്ടും തന്നെ വിശ്വസിക്കുന്നില്ല കേട്ടോ. എന്നോട് കള്ളം പറയാമെന്ന് ചേച്ചി വിചാരിക്കേണ്ട, എൻ്റെ അലീന ചേച്ചിയെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ രോഹിത്ത് വരുമെന്ന് പറഞ്ഞിട്ടല്ലേ ചേച്ചി ഫോൺ കട്ട് ചെയ്തത്? രോഹിത്ത് ക്ലാസ് കട്ട് ചെയ്ത് വന്നു, നാരങ്ങ വെള്ളം ചോദിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ ചേച്ചി എന്നോട് സംസാരിച്ചതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് സിസ്റ്ററിനെ ഏൽപ്പിക്കാനായിട്ട് ആ ഡോറ് തുറക്കുന്ന സമയത്താണ് രേവതിക്കുട്ടിയും അലീനയും കൂടെ സംസാരിക്കുന്നത് ബാലചന്ദ്രൻ കേൾക്കാനിടയാകുന്നത്. രേവതിക്കുട്ടിയാണെങ്കിൽ ശരിക്കും എന്താണെന്ന് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അലീനയോട് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്താ ചേച്ചി ശരിക്കും സംഭവിച്ചത്? ചേച്ചി എന്നോട് കള്ളം പറയാനൊന്നും നോക്കണ്ട. ചേച്ചിയുടെ ഫോൺ എവിടെ? അതിലേക്ക് വിളിക്കുമ്പോൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. പിന്നെ രോഹിത്തേട്ടൻ അങ്ങോട്ടേക്ക് വന്നിട്ട് രോഹിത്തേട്ടൻ ചേച്ചിയെ ഉപദ്രവിക്കുകയെല്ലാം ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും രേവതിക്കുട്ടി ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അവസാനം നിവൃത്തിയില്ലാതെ എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളും രേവതിക്കുട്ടിയോട് തുറന്നു പറയാൻ അലീന തീരുമാനിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അത് പിന്നെ മോളെ, ഇന്നലെ രോഹിത്തിനോടൊപ്പം ആ ഹരിയും ഉണ്ടായിരുന്നു. രോഹിത്തിനോട് നാരങ്ങ വെള്ളം ചോദിച്ചപ്പോഴേക്കും ഞാൻ നാരങ്ങ വെള്ളമായിട്ട് മുകളിലേക്ക് പോയി. നാരങ്ങ വെള്ളത്തിന് എന്തോ ചവർപ്പുണ്ടെന്നൊക്കെ അത് കുടിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞു. അതെന്നെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കി. അതിലെന്തോ മയക്കുമരുന്നൊക്കെ കലർത്തിയിട്ട് എനിക്ക് കുടിക്കാൻ തരാനായിരുന്നു അവരുടെ പ്ലാൻ. സ്വന്തം സഹോദരനാൽ പീഡിക്കപ്പെടാതിരിക്കാനായിട്ട് ഞാൻ സ്വയം കത്രികയെടുത്ത് എൻ്റെ വയറ്റിൽ കുത്തിയതാണ്. അങ്ങനെയെങ്കിലും അവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, സ്വന്തം സഹോദരനാൽ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോളെ ഞാൻ ആ കത്രികയെടുത്ത് എൻ്റെ വയറ്റിൽ സ്വയം കുത്തിയത്. ഞാൻ അവൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് അറിയാതെ തന്നെ അവൻ എന്നെ എന്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം ഞാൻ അവൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് അവൻ അറിയുമ്പം അവൻ അതെങ്ങനെ സഹിക്കാൻ കഴിയും മോളെ? അതും കൂടെ ആലോചിച്ചിട്ടാണ് മോളെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഞാൻ അവൻ്റെ ചേച്ചിയാണെന്ന് അറിയാതെയല്ലേ അവൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ എല്ലാ സത്യങ്ങളും അറിയുന്ന ഞാൻ അതിനെ പ്രതിരോധിച്ചല്ലേ പറ്റുള്ളൂ മോളെ. അതിനെ എങ്ങനെയെങ്കിലും തടഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മോളെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ കരഞ്ഞോണ്ട് അലീന പറയുകയാണ് കേട്ടോ. ഇത് കേട്ടോണ്ട് രേവതിക്കുട്ടിക്ക് ആകെ സങ്കടം വന്നിങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. എല്ലാം കേട്ടോണ്ട് മരവിച്ച മനസ്സുമായി ബാലചന്ദ്രനും വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ടാവും. അലീനയും രേവതിക്കുട്ടിയും ആണെങ്കിൽ ബാലചന്ദ്രനെ കാണുന്നുമില്ല. രേവതിക്കുട്ടി വിഷമത്തോടെ അലീനയോട് അറിയുന്നുണ്ട്, എന്നാലും ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ചേച്ചിയുടെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നു പോലും ഇല്ലല്ലോ. ചേച്ചി സ്വന്തം മോളാണെന്ന് അവർക്ക് അറിയില്ലെങ്കിൽ പോലും രക്തം രക്തത്തെ തിരിച്ചറിയും എന്നൊക്കെയാണല്ലോ കേട്ടിട്ടുള്ളത്. എന്നിട്ട് ആ അമ്മയ്ക്ക് ഈ മോളെ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, വേണ്ട മോളെ, ഇവിടുത്തെ സാറും മനുവേട്ടനും ഒക്കെ എന്നെ വളരെ ഇഷ്ടമാണ്. അത് മാത്രം മതി എനിക്ക്. സാർ ഇവിടെ ഓടി നടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാമല്ലോ സാറിന് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ആണെന്നുള്ളത്. എൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ സാറിന് മനുവേട്ടനൊക്കെ ഒരുപാട് വിഷമമായിട്ടുണ്ട്. പാവം സാർ, ആ സാറിന് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. ആ സാറിനെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി എല്ലാം വിളിച്ച് പറയുമായിരുന്നു. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്നാലും ഇങ്ങനെയുണ്ട് ഓരോ സഹോദരന്മാർ. ഇത്രയും വൃത്തികെട്ടവന്മാരാണോ അവരൊക്കെ? ചേച്ചിയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി ആയിരുന്നെങ്കിലും ആ പെൺകുട്ടിയുടെയും അവസ്ഥ ഇത് തന്നെയല്ലേ ചേച്ചി എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രേവതിക്കുട്ടിക്കാണെങ്കിലും നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അതേസമയത്ത് അലീന പറയുന്നുണ്ട് രേവതിയോട്, മോളെ സാറോ അല്ലെങ്കിൽ മനുവേട്ടനോ ഒക്കെ ഇങ്ങോട്ടേക്ക് കയറി വരും. അതുകൊണ്ട് മോള് പതുക്കെ പറയാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ബാലചന്ദ്രനാണെങ്കിലും തകർന്ന അവസ്ഥയിൽ ഇരിക്കുകയാണ്. നെഞ്ചിനകത്ത് വല്ലാത്തൊരു ഭാരം തിങ്ങിയിരിക്കുന്ന പോലെ തോന്നുകയാണ് ബാലചന്ദ്രന്. അങ്ങനെ ആകെ തകർന്ന അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ ബാലചന്ദ്രൻ തൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ വീട്ടിലെത്തിയ പാട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വൈജയന്തി ചെന്ന് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിങ്ങി പോന്നോ? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? അവിടെ തന്നെ അവൾക്ക് കൂട്ടിരിക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ ആ സമയത്ത് ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. ദേഷ്യത്തോടെ വൈജയന്തിയെ ഒന്ന് നോക്കിയതിന് ശേഷം ഒന്നും മൈൻഡ് ചെയ്യാതെ റൂമിലോട്ട് കയറി പോവുകയാണ്. ഒന്നും പ്രതികരിക്കാതെ പോകുന്ന ബാലചന്ദ്രനെ കണ്ടുകൊണ്ട്, അല്ല ഈ മനുഷ്യൻ ഇത് എന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുകയാണ്. ബാലചന്ദ്രൻ എന്നിട്ട് രോഹിത്തിന്റെ റൂമിലോട്ടൊക്കെ കയറുന്നുണ്ട്. അവിടെ ഒരു തെളിവുകളും ഇല്ലാട്ടോ. അവരാണ് അങ്ങനെ ചെയ്തെന്നുള്ളതിന് ഒരു തെളിവും ഇല്ലാതെ തന്നെയാണ് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നതും. രോഹിത്തിന്റെ മുഖത്തുണ്ടായ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിലും രോഹിത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? നിങ്ങളാണോ ഇങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടെങ്കിലും രോഹിത് അതൊന്നും സമ്മതിച്ചു കൊടുക്കാതെ ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ പറയുകയാണ്. ബാലചന്ദ്രനാണെങ്കിലും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ അലീന പോലീസിൽ സത്യം പറയാത്തത് കൊണ്ടാണ് ഹരി നീയൊക്കെ ഇപ്പൊ ജയിലിൽ പോകാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം ചേച്ചിയെ പോലുള്ള ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് ബാലചന്ദ്രൻ രോഹിത്തിനെ പൊതിരെ തല്ലുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ ആ ഒരു ദേഷ്യം മുഴുവൻ രോഹിത്തിനോട് തീർക്കുകയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട്, ആ കുട്ടിയുടെ നന്മ കൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അതേസമയത്ത് വൈജയന്തി ആണെങ്കിലും ബാലചന്ദ്രൻ എന്തുകൊണ്ടാണ് തന്നിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നതെന്നൊക്കെ മനസ്സിലാകാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അലീന ബാലചന്ദ്രന് കൈവശം കൊടുത്ത് മയക്കിയിരിക്കുകയാണോ എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ സംശയിച്ച് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സംശയത്തിൻ്റെ പേരിൽ തന്നെ അലീനയെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. പിന്നീട് ബാലചന്ദ്രനും അലീനയൊക്കെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോഴേക്കും ഇയാൾക്ക് ഇവളോട് മുടിഞ്ഞ പ്രേമമാണെന്നും അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ നോക്കുകയാണെന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് വൈജ പിന്നീട് വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
വെറുതെ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് അലീനയുടെ മേലെ മെക്കിട്ട് കയറിയും അലീനയോട് വെറുതെ ദേഷ്യപ്പെട്ടുമൊക്കെ വൈജയന്തി അലീനയോട് ദേഷ്യം കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടി എൻ്റെ ഭർത്താവിനെ നീ പാട്ടിലാക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അലീനയെ വൃത്തികെട്ടവളെന്ന് വരെ വിശേഷിപ്പിച്ച് വൈജയന്തി അലീനയെ ഇറക്കി വിടാനൊക്കെ ശ്രമിക്കുകയാണ്. അങ്ങനെ അലീനയെ ആട്ടി ഇറക്കി വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വൈജയന്തി. ആ സമയത്ത് ദേഷ്യം വന്നിട്ട് ബാലചന്ദ്രനാണെങ്കിലും വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് വൃത്തികെട്ടവളെന്നും ആരാണ് പിഴച്ച പറ്റവളെന്നും സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാൻ. ബാലചന്ദ്രന്റെ ആ ഒരു വാക്കുകളൊക്കെ കേട്ടിട്ട് വൈജയന്തി ഇങ്ങനെ ആകെ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ വൈജയന്തി ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. സത്യങ്ങളൊക്കെ ഇനി ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞിട്ടാവോ എന്നോട് അങ്ങനെ സംസാരിച്ചെന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്